ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പെയിൻറ്റിങ് വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്കൊരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വാൾ ഡെക്കോർ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ചെറിയൊരു തടിക്കഷ്ണം കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു തടിക്കഷ്ണത്തിൻ്റെ പീസ്. അപ്പോൾ പുറകിൽ ACP ബോർഡ് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത ഒരു പീസാട്ടോ. നമ്മളിതാ ഈ തടിക്കഷ്ണം വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പടം വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. ചെറിയൊരു പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കടുപ്പിച്ച് വരച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളിതൊന്ന് ഡാർക്കായിട്ട് വരയ്ക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല. നല്ല നമുക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മളിതൊന്ന് ഡാർക്കായിട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. നമുക്ക് ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാർക്കായിട്ട് ഇവിടെ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരയ്ക്കാം നമുക്ക്. വലിയ കാര്യമായിട്ട് എനിക്ക് വരയ്ക്കാമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എളുപ്പമുള്ളത് മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. നമ്മൾ വരച്ച ഒരു പിക്ചർ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിത് ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാട്ടോ എടുത്തേക്കുന്നത്. ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റുകയില്ല, അതുകൂട്ടൊരു കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ആക്രിലിക് കളറാട്ടോ, കണ്ടില്ലേ? ഈ ഒരു കളർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇത് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. എനിക്ക് ക്യാമറയും ഇതും കൂടെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു കോട്ടും കൂടെ അടിക്കാം. ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി അടുത്ത കോട്ട് അടിക്കാവേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ നൂല്, മറ്റേ ചാക്ക് നൂലില്ലേ അതാട്ടോ, ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ രണ്ട് സൈഡിലും കൂടെ നമ്മൾ ഒട്ടിക്കുവേ. നമ്മൾ 4 സൈഡും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വാർണിഷ് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഇതൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇത് ലൈൻ ബോർഡറൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് പെയിൻ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പിങ്കും വൈറ്റും ആട്ടോ. അപ്പോൾ പിങ്കും വൈറ്റും നമുക്ക് അടിക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും എൻ്റെ ബ്രൗൺ കളർ പെയിൻറ്റ് തീർന്നു പോയതാണ്, ചെവിയുടെ ഭാഗം കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കിട്ടാതിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ വാൾ ഡെക്കോറായിട്ടും ടേബിൾ ഡെക്കോറായിട്ടും ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു, നമുക്ക് ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട, അത് 2 പെയിൻറ്റും ഒരു ബ്രഷും മാത്രം മതി. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ടേബിൾ ഡെക്കോറോ വാൾ ഡെക്കോറായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റിൻ്റെയും ആർട്ട് വർക്കിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ബൈ.